Hi all, I am Thasneem, Assistant Professor, Department of Civil, Ace College of Engineering. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ടേബിൾ ടോപ്പ് റൺവേസിനെ പറ്റിയാണ്. കുറച്ച് പേരെങ്കിലും ആ ഒരു ടേമിൽ ഫെമിലിയർ ആയിരിക്കും. ബിക്കോസ് റീസെന്റ് നടന്നൊരു ഇൻസിഡന്റ് ഉണ്ട്, നമ്മുടെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ആക്സിഡന്റ്. ആ ഒരു ടൈമിന്റെ ന്യൂസ് ചാനൽസിലെല്ലാം കേൾക്കുന്ന ഒരു ടേം ആയിരുന്നു ടേബിൾ ടോപ്പ് റൺവേ. സോ എന്താണ് ഈ ടേബിൾ ടോപ്പ് റൺവേ? ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ മൗണ്ടെയിനേജ് ഏരിയ. ഇപ്പോൾ ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയാസിൽ നമുക്ക് ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാനായിട്ട് ഒരു ഫ്ലാറ്റ് സർഫസ് വേണം. സോ നമ്മൾ മൗണ്ടെയിൻ്റെ പീക്കിനെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് അവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ക്രിയേറ്റ് ചെയ്തെടുക്കും. ആൻഡ് ആ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഫ്ലാറ്റ് സർഫസിലാണ് നമ്മൾ റൺവേസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന റൺവേസിനെയാണ് നമ്മൾ ടേബിൾ ടോപ്പ് റൺവേസ് എന്ന് പറയുന്നത്. ഈ ടേബിൾ ടോപ്പ് റൺവേസ് എന്ന് പറയുന്നത് ലോ ലൈങ് ഏരിയാസിലും കാണപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ലോ ലൈങ് ഏരിയാസിൽ കൊടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് ലെവൽ. ആ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് അവിടുത്തെ വാട്ടർ ലോഗിങ് ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ റൺവേ പ്രിപ്പയർ ചെയ്യത്തില്ല. അപ്പോൾ ആ ഗ്രൗണ്ടിനെ നമ്മൾ റേസ് ചെയ്യും ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക്. ആൻഡ് ആ ഹൈറ്റിലായിരിക്കും നമ്മൾ അവിടുത്തെ ഫ്ലാറ്റ് സർഫസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ആൻഡ് അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഫ്ലാറ്റ് സർഫസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺവേ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന റൺവേസിനെ നമ്മൾ എന്തെന്ന് പറയും, ടേബിൾ ടോപ്പ് റൺവേ. ഇന്ത്യയിൽ 5 എയർപോർട്ട്സിലാണ് ഈ റൺവേസ് ഉള്ളത്. ഒന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, 2 കർണാടക മംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, പിന്നെ ഹിമാചൽ പ്രദേശ് ഷിംല എയർപോർട്ട്, ദെൻ മിസോറാം ലങ്പോ എയർപോർട്ട്, പിന്നെ സിക്കിമിലെ പക്യോങ് എയർപോർട്ട്. അപ്പൊ ഇത്രയും 5 എയർപോർട്ട്, അതായത് ഈ പറഞ്ഞ 5 എയർപോർട്ടിലാണ് നമ്മുടെ ടേബിൾ ടോപ്പ് റൺവേസ് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേബിൾ ടോപ്പ് റൺവേസ് എന്താണ്, ഒരു എലിവേറ്റഡ് ഹൈറ്റിലാണല്ലേ. അപ്പോൾ ഒരു എലിവേറ്റഡ് ഹൈറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ദ ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പർ ആയിരിക്കും. അങ്ങനെ സ്റ്റീപ്പർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ലാൻഡിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വെരി ചലഞ്ചിങ് ആണ്. സോ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള പൈലറ്റ്സ് ആയിരിക്കണം അവിടുത്തെ ലാൻഡിങ് ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്. ആൻഡ് ഈ പറഞ്ഞേക്കുന്ന പോലെ മേജർ ചലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആൻഡ് ഈ ചലഞ്ചസ് ഉണ്ടാകാൻ, ഈ ചലഞ്ചസിന്റെ മെയിൻ റീസൺസ് തന്നെ ഒന്ന് അവിടുത്തെ അണ്ടുലേറ്റിംഗ് ടെറൈനാണ്, പിന്നെ വരുന്നതാണ് അവിടുത്തെ സ്പേസ് കൺസ്ട്രെയിന്റ്. ഇതെല്ലാം കൊണ്ട് തന്നെ അവിടുത്തെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഇറ്റ് റിക്വയർസ് എക്സ്ട്രാ സ്കിൽ. അതേപോലെ ഇങ്ങനെയുള്ള ഈ ടേബിൾ ടോപ്പ് റൺവേസിനെല്ലാം നമ്മൾ ക്രിട്ടിക്കൽ എയർഫീൽഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഈ ക്രിട്ടിക്കൽ എയർഫീൽഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെറൈനും സ്പേസ് കൺസ്ട്രെയിൻസ് എക്സെട്ര. ഇനി ഇതേപോലെ അടുത്തൊരു ഇഷ്യൂ നമ്മുടെ ടേബിൾ ടോപ്പ് റൺവേസിൽ ക്രിയേറ്റ് ആവുന്നതാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. സോ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് റിക്വയർസ് എ വെരി പ്രിസൈസ് അപ്രോച്ച് ബൈ പൈലറ്റ് ഡ്യൂറിങ് ലാൻഡിങ് ഓപ്പറേഷൻ. ആ ഒരു ടൈമിന് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ പൈലറ്റ്സിന് ഫീൽ ചെയ്യും വളരെ അടുത്താണ് ഈ കാണുന്ന റൺവേ, പക്ഷെ ശരിക്കും അത് വളരെ ദൂരെയാണ്. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇനി നമ്മുടെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരികയാണെങ്കിൽ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഇപ്പോഴത്തെ ലെങ്ത് എന്ന് പറയുന്നത്, റൺവേ ലെങ്ത് എന്ന് പറയുന്നത് 2860 meters ആണ്. നമുക്കിനി ആ ഒരു ലെങ്ത് കൂട്ടാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ബിക്കോസ് അവിടെ നിയർ ബൈ നമുക്ക് അത്രയും ലാൻഡ് വേണം. സോ അതിന്റെ ചുറ്റും താമസിക്കുന്ന ഒരു 1500 ഫാമിലീസിനെ നമുക്ക് റീലൊക്കേറ്റ് ചെയ്താലേ നമുക്ക് അത്രയും അതിന്റെ ഒരു ലെങ്ത് കൂട്ടാനായിട്ട് അത്രയും ഏരിയ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു ലെങ്ത് ഇനി കൂട്ടാന്ന് പറയുന്നത് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ ലെങ്ത് ഇസ് ഇനഫ്. ആൻഡ് ഇവിടെ പ്രശ്നം ഇതാണ്, ഈ ലെങ്തിൻ്റെ അകത്ത് തന്നെ 90 meters നമുക്കിവിടെ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ കൊടുക്കുന്നുള്ളൂ. ഒരു വൈറ്റ് ബോഡിയുടെ എയർക്രാഫ്റ്റ് ഒക്കെ ലാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്, റെക്കമെൻഡഡ് വാല്യൂസ് 240 meters. പക്ഷെ ഇവിടെ സ്പേസ് കൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ മാൻഡേറ്ററി ആയിട്ട് 90 meters കൊടുക്കണം എന്നാണ്. ആ 90 meters മാത്രമാണ് നമ്മുടെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെയാണ് ഏതർ സൈറ്റ്സിൽ 100 meter ആണ് റെക്കമെൻഡഡ് വാല്യൂ. ആൻഡ് മാൻഡേറ്ററി വാല്യൂ 75 meters. ആ 75 meters നമ്മുടെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആക്സിഡന്റ് നടന്നപ്പോഴും ഒരു 1000 meters മാറിയിട്ടാണ് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. സോ അത് അത്രയും തെന്നി മാറി ആ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ക്രോസ് ചെയ്ത് പോകാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായത്. സോ ഇത്രയൊക്കെയാണ് ടേബിൾ ടോപ്പ് റൺവേസിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.